ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എക്കട്രോപ്പൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ് വൂഫറിൻ്റെ ഒരു ബോർഡാണ്, ആംപ്ലിഫയർ ബോർഡ്. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ചൊരു റിവ്യൂ ആണ്. വീഡിയോക്ക് പോണ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് തന്നെ ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ബോർഡാണ്. IRFP 240 9240 എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷനിലുള്ളൊരു മോസ്ഫെറ്റ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് 10-15 18-15 എന്ന് പറയുന്ന 4 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സെക്ഷൻ വന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ബോർഡ് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക്. അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്കാണ് ഇതിലേക്ക് കൊടുത്തേക്കണേ. ഇത്ര ഒരു ഇതുള്ളൂ, എന്നാലും എക്സ്റ്റൻഡഡ് ആയിട്ട് ഇത്രയും ഒരു വലിയ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മോസ്ഫെറ്റ് ബോർഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ബോർഡ് ഹീറ്റാവും, അത്യാവശ്യം ഹീറ്റാവും. അപ്പോൾ ആ ഹീറ്റ് ആവണ കൊണ്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ഇതിലേക്ക് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് പെൻഡ ഇലക്ട്രോണിക്സിൻ്റെ അവരുടെ തന്നെ ഒരു ബോർഡാണ്, മോസ്ഫെറ്റ് ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു 100 വാട്ട്സ് ഔട്ട്പുട്ടാണ് ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ 4 ohmസിൽ നമുക്കൊരു 12 ഇഞ്ച് സബ് വരെ നമുക്കിതിൽ ലോഡ് ചെയ്യിക്കാം. ഏറ്റവും നല്ല രീതിയിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള 10 ഇഞ്ച് സബ് വൂഫറാണ് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് മാച്ചിങ് വന്നത്. ഫ്രണ്ട്സ്, അപ്പം ഇതിൻ്റെ ഈ ബോർഡിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ കമ്പോണൻസ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കമ്പോണൻസ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 2 പ്രീസെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനും ഒന്ന് നമുക്ക് ഇൻപുട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇതിൽ ഫ്രീക്വൻസി കൊടുത്തേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഇതിൽ തന്നെ എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സബ് വൂഫർ ഫിൽറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള സെക്ഷൻ, പ്ലസ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇതിലേക്ക് ഈ ബോർഡിലേക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള സെക്ഷനാണ് ഇത്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ. ഇതിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ. ഇതിൻ്റെ സ്പീക്കർ പോസിറ്റീവ് സെക്ഷൻ ഇവിടെ എടുക്കേണ്ടതാണ്, നെഗറ്റീവ് ഇത് ഗ്രൗണ്ടായിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പവർ സപ്ലൈ സെക്ഷൻ ഇത് ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാൻ 24/024 DC2 നമുക്കൊരു 30 വരെ കൊടുക്കാം, പ്ലസ് ഓർ ഒരു 35 വരെ നമുക്കിതിൽ കൊടുക്കാം. ഒരു 5 ആമ്പർ 8 ആമ്പർ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ബോർഡാണ്. നിങ്ങൾക്കറിയാം മോസ്ഫെറ്റ് ബോർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഒരു ബോർഡാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കമ്പോണൻ്റ് തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ കപ്പാസിറ്റർ ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ ബോർഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ട് നമ്മൊരു സബ് വൂഫർ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട് കാറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഉടനടി വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സൈനിങ് ഔട്ട്. Get off point.